بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. 126-ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ വായിക്കേണ്ടത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. അവിടെ ശ്രദ്ധിക്കേണ്ടത് ബലദൻ ആമിനൻ വർസുഖ് ഖാഫ് അഹ്ലഹു മിനസ്സമറാത്ത് ഫ മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ അനുച്ചരിക്കരുത് വമൻ കഫറ ഫഉമത്തിഉഹു ഖലീല ഉമത്തിഉഹു എന്താണ് സുമ്മ അൽതറുഹു സുമ്മ إلى عذاب النار وبئس المصير. ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എൻ്റെ റബ്ബേ, നീ ഇതൊരു നിർഭയമായ രാജ്യമാക്കുകയും അതിലെ ആൾക്കാർക്ക് ഫലവർഗ്ഗങ്ങളിൽ നിന്നും ആഹാരം നൽകുകയും വേണമേ. അതേ, അവരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് ആഹാരം നൽകണമേ. അവൻ പറഞ്ഞു, അവിശ്വസിച്ചവനും ആഹാരം നൽകുന്നതാണ്, എന്നാൽ അവനെ ഞാൻ അല്പം സുഖമനുഭവിപ്പിക്കും, പിന്നീട് അവനെ നാം നരകശിക്ഷയിലേക്ക് വരുവാൻ നിർബന്ധിതനാക്കുന്നതാണ്. ആ വന്നു ചേരുന്ന മടക്കസ്ഥാനം വളരെ ചീത്തയാണ്. വഇദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ആരോട്? റബ്ബി. എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിക്കുമ്പോൾ ആരോടാണ്? റബ്ബിനോടാണ്. കുട്ടികളില്ലാതെ സക്കരിയ നബി പ്രാർത്ഥിച്ചതും ഇബ്രാഹിം നബി തനിക്കും തൻ്റെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതും
അങ്ങനെ ഖുർആനിൽ വന്ന എല്ലാ പ്രാർത്ഥനകളും പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിലൊക്കെ എന്ത് കാണാം? റബ്ബി. ഇബ്രാഹിം നബിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരോട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നില്ല. ഇബ്രാഹിം നബിക്ക് മുമ്പ് വന്ന ആദൻ നബിയോടോ നൂഹ് നബിയോടോ തുടങ്ങിയ പ്രവാചകന്മാരോട് ഇബ്രാഹിം നബി എന്താവുന്നില്ല? പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിൽ എവിടെയും ഈ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർക്ക് എന്താക്കാൻ കഴിയില്ല, കാണിച്ചു തരാൻ എപ്പോഴും റബ്ബി. എല്ലാ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയും. അപ്പോൾ ഇത് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സന്ദർഭം, പറഞ്ഞ സന്ദർഭം, റബ്ബി നാദ ഇജ്അൽ, നീ ആക്കേണമേ, ഹാദ ബലദൻ ആമിനൻ, ഈ രാജ്യത്തെ, ബലദൻ എന്താക്കണേ, ഒരു രാജ്യമാക്കണമേ. എങ്ങനെ? ആമിനൻ, നിർഭയത്വമുള്ളൊരു രാജ്യം. എന്ത്? നിർഭയത്വമുള്ള, ഭയമില്ലാത്ത നിർഭയമായൊരു രാജ്യമാക്കണമേ. വറുസുഖ് അഹ്ലഹു, ആ രാജ്യത്തിലെ ആളുകളെ നീ ഭക്ഷിപ്പിക്കണമേ. മിനസ്സമറാത്ത്, എന്ത്? ഫലവർഗങ്ങളിൽ നിന്ന്. മൻ ആമന മിൻഹും, അവരിൽ നിന്ന് വിശ്വസിച്ചവർക്ക്, ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് ഫലങ്ങളിൽ നിന്ന് നീ ഭക്ഷണം നൽകുകയും ഈ രാജ്യത്തിനെ നിർഭയമായി രാജ്യമാക്കുകയും ചെയ്യണമേ. രണ്ട് കാര്യം പറയുന്നത്. ഒന്ന്, ഈ രാജ്യം എന്താവണം? നിർഭയമാണ്. ഇബ്രാഹിം നബി മകനെയും ഇസ്മായിലിനെയും ഹാജറ ഉമ്മയെയും മക്കയിൽ ഇട്ടേച്ച് പോകുമ്പോൾ അവിടെ എന്തില്ല? ഒന്നാമത് ആളില്ല, ഭയവിഹ്വലമാണ് പ്രദേശം അല്ലേ. രണ്ട്, അവിടെ ചെടികളോ ഭക്ഷണങ്ങളോ ഒന്നും എന്തല്ല ഇല്ല. വെറും നീണ്ടു കിടക്കുന്ന അല്ലെങ്കിൽ പരന്ന് കിടക്കുന്ന മണൽപ്പരപ്പുകളും അതേപോലെ തന്നെ മലകളുമുള്ള വളരെ പ്രയാസകരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക. എന്നിട്ട് ഇബ്രാഹിം നബിൻ്റെ ആ പ്രാർത്ഥനയുടെ അവസാനം പറയണേ, വിശ്വസിച്ചവർക്കും പരലോകത്തിലും അതേപോലെ തന്നെ അള്ളാഹുവിലും വിശ്വസിച്ചവർക്ക് നീ എന്ത് കൊടുക്കണേ? ഭക്ഷണം കൊടുക്കണേ. ഇബ്രാഹിം നബി വേറെ നേരത്തെ നമ്മൾ വായിച്ചതിൽ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, എല്ലാവർക്കും എൻ്റെ അനുഗ്രഹം ഉണ്ടാവില്ല, എനിക്ക് കീഴ്പ്പെട്ടവർക്ക് എന്തുണ്ടാവുള്ളൂ? അനുഗ്രഹം ഉണ്ടാവുള്ളൂ എന്ന് നേരത്തെ നമ്മൾ വായിച്ചു ഈ ആയത്തിൻ്റെ മുമ്പ് അല്ലേ. അപ്പോൾ ഇബ്രാഹിം നബി വിചാരിച്ചു ഇത് അങ്ങനെ തന്നെ ചോദിക്കണമെന്ന്. പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹ് പറഞ്ഞു കാല. അപ്പോൾ അള്ളാഹ് പറഞ്ഞു വമൻ കഫറ, ആർക്കും ഉണ്ടാവും? അവിശ്വാസികൾക്ക് എന്ത് കൊടുക്കും? ഭക്ഷണം കൊടുക്കും. നേരത്തെ അള്ളാഹുവെ നിൻ്റെ നല്ലവരായ അടിമകളാക്കണേ, അതല്ലെങ്കിൽ പ്രവാചകന്മാരുണ്ടാക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി എന്താ പറഞ്ഞു? ഇബ്രാഹിം നബിനോട് അള്ളാഹ് എന്താ പറഞ്ഞത്? എന്നിൽ വിശ്വസിക്കണം, അതൊരു നിബന്ധനയാണ്. പക്ഷെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസികൾക്ക് മാത്രമാണോ ഭക്ഷണം കൊടുക്കേണ്ടത്? അല്ലാ, വമൻ കഫറ, നിഷേധികൾക്കും ഭക്ഷണം കൊടുക്കും. ഫ ഉമത്യഹു, ആ നിഷേധിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കുറച്ച് സുഖം അനുഭവിപ്പിക്കും. ഖലീലൻ, കുറച്ച്. സുമ്മ അൽതറുഹു, എന്നിട്ട് അവനെന്താകും? നിർബന്ധിതനാക്കും. ഇല അദാബിസ്നാർ, എവിടേക്ക്? നരകശിക്ഷയിലേക്ക്. വബിഇസൽ മസീർ, ആ നരകം എത്ര മോശമാണ്. ബിഇസ, എത്ര ചീത്തമായ മടക്കസ്ഥലമാണ്. അൽ മസീർ, മസീർ എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുന്ന മടക്കസ്ഥാനമാണ്. ഏത്? എത്ര ചീത്തയാണ് ആ നരകം. ഇവിടെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം രണ്ട് കാര്യം ചോദിക്കുക. ഒന്ന്, രാജ്യം എന്താകണം? നിർഭയമാകണം. രണ്ട്, ഫലവൃക്ഷങ്ങൾ അവർക്ക് എന്താവണം? ഫലങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ അള്ളാഹിനോട് അതിരവരുണ്ടായി വിചാരിച്ചിട്ട് നിന്നിൽ വിശ്വസിക്കുന്നവർക്കും പരലോകത്തിൽ വിശ്വസിക്കുന്നവർക്കും. അപ്പോൾ അള്ളാഹ് പറഞ്ഞു വമൻ കഫറ, ഈ രണ്ടാമത്തെ കാലാരാണ്? അള്ളാഹ് അല്ലേ. വമൻ കഫറ, ഭക്ഷണം ആർക്കും കിട്ടും? ആവശ്യം. ദുനിയാവിലെ ഭക്ഷണം, വെള്ളം, ഇതൊക്കെ എല്ലാവർക്കുമാണ്. ഒരു മഴ പെയ്താൽ വിശ്വാസികൾക്ക് മാത്രമൊന്നുമില്ല, എല്ലാവർക്കുമാണ്. അതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്. കാരണം നമ്മളെ റഹ്മത്തും അള്ളാഹിൻ്റെ റഹ്മത്തും, നമ്മൾ പറഞ്ഞാൽ നമ്മളോട് താങ്ക്സ് പറയുന്നതാണെങ്കിൽ നമ്മളെന്താവുള്ളൂ അല്ലേ? റഹ്മത്ത് ചെയ്യുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ തന്നെ അത് ജീവിതകാലം മുഴുക്ക നമ്മളെന്താവും? അനുസ്മരിച്ചു കൊണ്ടേയിരിക്കും. പണ്ട് 20 കൊല്ലം മുമ്പ് തന്നെ വിസക്ക് കൊടുന്ന് എപ്പോഴും നമ്മൾ പറയും ഓനെവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മളത് അനുസ്മരിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനാണ്. ചെറുപ്പത്തിൽ നമ്മളങ്ങനെ പഠിച്ചു അല്ലേ?
റഹ്മാനും റഹീമാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും അവൻ എന്ത് ചെയ്യും? അനുഗ്രഹം ചെയ്യും. റഹീം എന്ന് പറഞ്ഞാൽ അവന് വഴിപ്പെട്ടവർക്ക് മാത്രം അവൻ അനുഗ്രഹം ചെയ്യും. എവിടെ? പരലോകത്ത്. അപ്പം നമ്മളെക്കാട്ടിയും തടി ചിലപ്പോൾ അവിശ്വാസികൾക്ക് ഉണ്ടാവും അല്ലേ? നമ്മളെക്കാട്ടിയും ഭക്ഷണം ഉണ്ടാവും, സൗകര്യം ഉണ്ടാവും. ഉമത്യോഹു ഖലീല. ഉമത്യോഹു അവനെ കുറച്ച് നമ്മളെന്താവും? കുറച്ച് പറഞ്ഞപ്പോൾ ചെന്ന് ആലോചിച്ച് നോക്കിയാൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഇബ്രാഹിം നബിൻ്റെ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് 4000 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി വരുന്നത്. മക്ക അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തണ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ? കൊല്ലം എത്ര കഴിഞ്ഞു? ഇതിൻ്റെ ഇടയിൽ ഒരു 60, 70, അതിൻ്റെ ഇടയ്ക്ക് അറ്റാക്ക് വന്ന് 45 പോയി അല്ലേ? ഉമത്യോഹു ഖലീല. ഞമ്മക്കിത് ഭയങ്കരമാണ്. പക്ഷേ ലോകത്തിൻ്റെ മൊത്തം ആയുസ് എടുത്ത് നോക്കുമ്പോൾ നമ്മളെന്താണ്? വളരെ ചുരുങ്ങിയ കാലമാണ്. ഉമത്യോഹു ഖലീല. സുമ്മ അൽതറുഹു, പിന്നെ അവൻ എന്താക്കും? നിർബന്ധിതനാക്കും. ഇല അദാബിൻ നാർ, എവിടെ? നരകത്തിലേക്ക്. വബിഇസൽ മസീർ. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 2 പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ ഇതേ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്ത് ഇബ്രാഹിമിൽ റബ്ബനാ അന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ എൻ്റെ സന്തതികളെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. ബിവാദിൻ, ഒരു താഴ്വരയിൽ. ഗൈരി ദീ സർഇൻ, അവിടെ എന്തില്ല? കൃഷിയില്ല. അത് നിൻ്റെ ഗേഹത്തിൻ്റെ അടുത്താണ് എന്നുള്ള സൂറത്ത് ഇബ്രാഹിമിന് വന്ന പ്രാർത്ഥന. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥനയുടെ ഫലമെന്നോണമാണ് അതിൻ്റെ മക്കയിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയ തായിഫ് എന്നാണ് പ്രദേശം അല്ലേ? മക്കയിൽ നിന്ന് തികച്ചും ഭിന്നമായ കാലാവസ്ഥയാണ് അവിടെ തായിഫിൽ. ഒരു 60-70 കിലോമീറ്റർ പോയ തായിഫിൽ. അവിടെ തണുപ്പാണ്. പല രൂപത്തിലുള്ള ഫലങ്ങൾ എവിടെ ഉണ്ടാകുന്നു? മക്കക്കാർക്ക് വളരെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്ന പ്രദേശം. സൗദി അറേബ്യയിലെ സിറിയയാണ് തായിഫ് എന്നാണ് പറയാറ്. സൗദി അറേബ്യയിലെ സിറിയ എന്ന് പറഞ്ഞാൽ ഇന്ന് രക്തപങ്കിലമാണെങ്കിലും വളരെ ഫലഭൂയിഷ്ടമാണ്, ഫലസമ്പന്നമാണ്, കുറേ അനുഗ്രഹങ്ങളും കൃഷിയിടങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ്. അറേബ്യൻ ഭൂപ്രദേശം പൊതുവെ എന്തല്ല? കൃഷി സമ്പന്നമല്ല അല്ലേ? ഒരു കൃഷി രാജ്യമായിട്ടല്ല അറബ് ഭൂപ്രദേശം അറിയപ്പെടുന്നത്. പക്ഷേ അതിൽ നിന്ന് ഭിന്നമായി തായിഫ് പോലെയുള്ള പ്രദേശങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈ പ്രാർത്ഥന ഫലമായിട്ട് അള്ളാഹു എന്തായി? മക്കക്കാർക്ക് ഫലങ്ങളും കായ്കനികളും ഒക്കെ ഭക്ഷിക്കാനുള്ള സൗകര്യം അതുപോലെയുള്ള പ്രദേശത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്തു എന്നർത്ഥം. അതേപോലെ തന്നെ അതാണ് അതിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ പ്രാർത്ഥനയുടെ ഫലമെന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുന്നത്. ഇനി അടുത്തത് وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ وَمِنْ ذُرِّيَّتِنَا أُمَّةً مُسْلِمَةً لَكَ وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم
റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അങ്ങനെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, വീണ്ടും ഇബ്രാഹിം നബിൻ്റെ പ്രാർത്ഥനകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയാൻ, ആ വീട്ടിൽ നിന്നും അതിൻ്റെ അടിത്തറ ഇബ്രാഹിമും ഇസ്മായിലും കെട്ടിയുയർത്തിയിരുന്ന സന്ദർഭം ഓർക്കുക. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ കർമ്മം സ്വീകരിക്കണമേ. നിശ്ചയമായും നീ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമായുള്ളവൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ രണ്ടാളെയും നിനക്ക് കീഴൊതുങ്ങിയവരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്നതായ ഒരു സമുദായത്തെ ഉണ്ടാക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദരാധനാ കർമ്മങ്ങൾ അഥവാ ത്യാഗകർമ്മങ്ങൾ കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. നിശ്ചയമായും നീ തന്നെയാണ് വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായുള്ളവൻ. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം റഫഅ യർഫഉ എന്ന് പറഞ്ഞാൽ എന്താ? ഉയർത്ത. റാഫിആത്ത് എന്ന് പറയും നമ്മളെ ക്രൈനിനൊക്കെ അല്ലേ, ക്രൈൻ ഉയർത്തുന്ന സാധനമല്ലേ, അതുകൊണ്ട് റാഫി ഉയർത്തുന്ന ആൾ എന്നുള്ളവർക്ക് റാഫിആത്ത് എന്ന് പറയും. വഇദ് യർഫഉ ഉയർത്തിയ സന്ദർഭം, ഇബ്രാഹിം അൽ ഖവാഇദ അടിത്തറ, കഅബയുടെ അസ്ഥിവാരം മുതൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കെട്ടി വന്നിരുന്ന സന്ദർഭം, മിനൽ ബെയ്ത്ത് കഅബയിൽ നിന്ന്. വ ഇസ്മാഈലു, ശരിക്ക് കഅബ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിനെയും ഹാജറേയും അവിടെ ഇട്ടേച്ച് പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വന്ന് നോക്കും ഇബ്രാഹിം നബി. ഫലസ്തീനിൽ നിന്നുണ്ടാവും വരും. അങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ മൊബൈലൊന്നുമില്ല, വിളിച്ച് പറയാൻ വരുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ ചിലപ്പോൾ വരുമ്പോഴൊക്കെ ഇസ്മായിലിനെ കാണും, ചിലപ്പോഴൊന്നും ഉണ്ടാവില്ല. ഇസ്മായിലിനെ ഒരിക്കൽ വന്നു, അപ്പോൾ ഇസ്മായിലില്ല. എത്ര ദൂരത്ത് നിന്ന് വന്നിട്ടാണ് അല്ലേ പണ്ടൊക്കെ. ഇന്നിപ്പോൾ നമുക്ക് വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ട് പോയാൽ മതി. പണ്ട് പോകുമ്പോഴേ അറിയുള്ളൂ അവിടെ ഇല്ലാന്ന്. അപ്പോൾ അത്രയും സമയം ഒക്കെ നഷ്ടമായി എന്നൊക്കെയാണ് നമ്മൾ അന്ന് പറയും. അന്ന് അങ്ങനെ നമുക്ക് തോന്നില്ല. ഇന്നിപ്പോൾ അതൊക്കെ നമുക്ക് വലിയ സമയമാണ്. ഏതായിരുന്നാലും ഖലീലുല്ലാഹി ഫലസ്തീനിൽ നിന്ന് അവിടേക്ക് പോകും. എന്നിട്ട് ഇസ്മായിലിനെയും ഹാജറയും ഒരിക്കൽ ഇങ്ങനെ പോയപ്പോൾ ഇസ്മായിൽ അവിടെ അല്ല, ഒരു സ്ത്രീയായിരുന്നു. ആ പെണ്ണിനോട്, അപ്പോൾ ഇസ്മായിലിൻ്റെ ഭാര്യയാണ്, അവരെ ചില പെരുമാറ്റങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. ചില അമ്മൂശാങ്കാർക്ക് മരുമക്കളെ പെരുമാറ്റം എന്താവില്ല, ഇഷ്ടപ്പെടില്ല. അവളെ പെരുമാറ്റം അത്ര നന്നായിരിക്കില്ല, കാരണം അല്ലെങ്കിൽ ഇബ്രാഹിം നബിക്ക് ഇഷ്ടപ്പെടേണ്ടതായിരുന്നു. അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, നിൻ്റെ ഭർത്താവ്, അവൾക്ക് അറിയില്ല അത് ഇബ്രാഹിം നബിയാണ് എന്ന്, നിൻ്റെ ഭർത്താവ് വന്നാൽ നീ പറയണം ഉമ്മരപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞേക്കണമെന്ന് പറയണം. അങ്ങനെ ഇസ്മായിൽ വന്നപ്പോൾ ഉമ്മരപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞപ്പോൾ ഓളെന്തായി, ഓളോട് മാറ്റി വെച്ചാൽ, അതാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ഖലീലുള്ള മറ്റൊരിക്കൽ വന്നപ്പോൾ ഇസ്മായിലിനെ കാണുകയും ഇസ്മായിലിനോട് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു ഗേഹം സ്ഥാപിക്കാൻ എന്നോടെന്തായിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോടാ കൽപ്പിക്കുന്നത്? ഇബ്രാഹിം. ഇസ്മായിൽ ആരാണ്? കല്ലെടുത്ത് കൊടുക്കാൻ. ആ കൊണ്ടുവരുന്ന കല്ലുകൾ ആര് വെക്കും? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി വെക്കും, ഇസ്മായിൽ വെക്കും. അങ്ങനെ കഅബയുടെ അടിത്തറ മുതൽ അവർ കെട്ടിയുയർത്തിയ സന്ദർഭം, മിനൽ ബൈത്തി ഗേഹത്തിൽ നിന്ന്. ഇസ്മായിലു, ആരും സഹായിക്കാൻ ഇസ്മായിലുണ്ട്. എന്നിട്ട് അവരെന്താ പറയുന്നത്? റബ്ബനാ, ലോകത്തിൻ്റെ രക്ഷിതാവായ നാഥ, ഞങ്ങളുടെ നാഥ, തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. ഇന്നക അന്ത സമീഉൽ അലീം, തീർച്ചയായും നീ കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഈ 127, 128, 129 ഈ 3 ആയത്തുകളിലായിട്ട് 6 കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് എന്താവുകയാണ്, ആവശ്യപ്പെടുക. നേരത്തെ ആയത്തിൽ എത്രണ്ണം പറഞ്ഞു? 2 ഇതിൽ 6 അതിലൊന്നെന്താ? അള്ളാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം നീ എന്താവണേ. നമ്മൾ കുറേ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഈ പ്രവർത്തനമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ വന്നു, അള്ളാഹുവേ, ഞങ്ങൾക്ക് വേറെ എന്തെല്ലാം പരിപാടികൾ ഇപ്പോൾ നാട്ടിലുണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ ഖുർആൻ്റെ ഈ പഠനം കേൾക്കാൻ 1 മണിക്കൂർ ഇവിടെ വന്നിരിക്കുകയാണ്. റബ്ബന തഖബ്ബൽ മിന്ന, നമ്മൾ എന്ത് ചെയ്താലും. അപ്പോൾ ഇബ്രാഹിം നബിനൊക്കെ അറിയാം ഇത് അള്ള പറഞ്ഞിട്ട്. ഇബ്രാഹിം നബി അള്ള നേരിട്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ ഇബ്രാഹിം നബിനെ എന്താക്കിയതാണ്, അറിയിച്ചതാണ്.
എന്നിട്ടും ഇബ്രാഹിം നബി ആ പ്രവർത്തനം ചെയ്യുമ്പോൾ ഇബ്രാഹിം നബിൻ്റെ പ്രാർത്ഥന എന്താ? റബ്ബന, ഇതൊക്കെ ചെയ്തിട്ട് സ്വീകരിച്ചില്ലെങ്കിലോ? അപ്പം നമ്മൾ പേടിക്കണം. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതോടുകൂടെ തന്നെ നമ്മളുടെ അടുത്ത് എന്ത് വേണം? പ്രാർത്ഥനയും വേണം. പ്രാർത്ഥനയില്ലാത്ത ഒരു പ്രവർത്തനം അള്ളാഹു ചിലപ്പോൾ സ്വീകരിച്ചില്ല എന്ന് വരാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്താവണം? പ്രാർത്ഥിക്കണം. എന്ത് ചെയ്താലും, ഒരു നന്മ ചെയ്താൽ റബ്ബന തഖബ്ബൽ മിന്ന. ഒരാൾക്ക് നമ്മളൊരു സഹായം കൊടുത്തു, അല്ലേ, ഒരു രോഗിനെ സഹായിച്ചു, അത് 4 ആൾ കാണണം അല്ലെങ്കിൽ 4 ആൾ അറിയണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടാകാനേ പാടില്ല. മറിച്ച് അള്ളാഹിനോട് റബ്ബന തഖബ്ബൽ മിന്ന. നമ്മൾ രാവിലെയും രാത്രിയും പാതിരക്കൊക്കെ ഈ സംവിധാനത്തിന് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി, നാട്ടിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാതെ, പരിപാടിക്ക് വേണ്ടി പരിപാടി നടത്താതെ, സെമിനാറിന് വേണ്ടി സെമിനാർ നടത്താതെ, ക്ലാസ്സിന് വേണ്ടി ക്ലാസ് നടത്താതെ, സംഘടന വലുതാക്കാൻ പരിപാടി നടത്താതെ, അള്ളാഹുവിൻ്റെ അടുത്തൊരു പ്രതിഫലനം കിട്ടാൻ കൂടിയാണ് ഞാനിത് ചെയ്യുന്നതെന്നൊരു പ്രാർത്ഥന. അതാണ് ഒന്നാമത് ഇബ്രാഹിം നബി അള്ളാഹിനോട് പറയുന്നത്. റബ്ബന, രക്ഷിതാവേ, തഖബ്ബൽ, സ്വീകരിക്കണമേ, മിന്ന, ഞങ്ങളിൽ നിന്ന്, ഇന്നക അന്ത സമീഉൽ അലീം, ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയുന്നവനും കേൾക്കുന്നവനാണ്. നീ റബ്ബന, രണ്ടാമത്തെ പ്രാർത്ഥന, വജ്അൽനാ മുസ്ലിമൈനി ലക, ഞങ്ങളെ 2 ആളെയും നിനക്ക് കീഴൊതുങ്ങുന്നവരാക്കുകയും ചെയ്യണമേ. രണ്ടാമത് ഞങ്ങൾ എന്താക്കണേ? മുസ്ലിമാക്കണേ. മുസ്ലിമൈനി, ഞങ്ങൾ 2 ആളെയും നീ എന്താക്കണേ? കീഴൊതുങ്ങി ജീവിക്കുന്നവനാക്കണേ. മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. കോടാനകോടി മനുഷ്യന്മാരിന്ന് മുസ്ലിമാകാൻ കഴിയാന്ന് പറഞ്ഞത് വലിയ അനുഗ്രഹമാണ്. അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അള്ളാഹു മാത്രമാണ് ഹിദായത്ത് നൽകുന്നവൻ, അല്ലേ? നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ, ചിലരൊക്കെ ജീവിച്ച സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. അതിൽ നിന്നെല്ലാം കടഞ്ഞെടുത്ത് ഒരു ഇസ്ലാമിൻ്റെ ശരിയായ രൂപത്തിൽ നമുക്ക് എത്തിപ്പെടാൻ എന്തുണ്ടായി? അനുഗ്രഹമാണ്. അപ്പം നമ്മളെപ്പോഴും കണ്ടോ, ഇബ്രാഹിം നബി മുസ്ലിമാണ്. ഇബ്രാഹിം നബി ഖലീലുള്ള എന്താണ്? മുസ്ലിമാണ്. അള്ളാഹ് എന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്ന ആളാണ്. എന്നിട്ടും ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബന വജ്അൽനാ മുസ്ലിമീന ലക. അപ്പോൾ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ഇനിയൊന്നും വേണ്ടെന്നല്ല, ആ മുസ്ലിമായി ജീവിക്കാനും മരിക്കുന്നത് വരെ മുസ്ലിം ആകാനുള്ള പ്രാർത്ഥന എന്താവണം? വേണം. ഇപ്പം പിശാച് ആരായിരുന്നു? ഇബ്ലീസ് മലക്കുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളായിരുന്നു. ആർക്ക്? മലക്കുകൾക്ക്. മനുഷ്യന്മാർക്ക് ദീൻ പഠിപ്പിച്ചതല്ല, മലക്കുകൾക്ക് ദീൻ പഠിപ്പിക്കണമെങ്കിൽ ഇൽമ എത്ര വേണം, തഖ്വ എത്ര വേണം, ഭക്തി എത്ര വേണം, വിവരം എത്ര വേണം. ഓനാണ് പിന്നെ എന്തായത്? പിഴച്ച് പിശാച് ലഅനത്തുല്ലാഹി അലൈഹി ആയിപ്പോയത്. അപ്പോൾ ആരും കേടുവരില്ല എന്നൊന്നും എന്താകണ്ട, ഗ്യാരണ്ടി കൊടുക്കണ്ട. നമ്മളിങ്ങനെ ചില ഉസ്താദന്മാർ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തിപ്പോൾ മൂപ്പർക്ക് പറ്റി, അങ്ങനെ പലർക്കും പലതും പറ്റിയ ചരിത്രം ഇസ്ലാമിക ലോകത്തുണ്ട്. അപ്പോൾ മൗലവിമാരെ കണ്ട്, ഉസ്താദന്മാരെ കണ്ട് ആരും പിന്നാലെ നടക്കണ്ട. ഖുർആനും സുന്നത്തും ആര് പറയുന്നോ, അള്ളാഹുവിൻ്റെ ദീന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച രൂപത്തിൽ, സഹാബത്ത് അത് മനസ്സിലാക്കിയ രൂപത്തിൽ ആര് പറഞ്ഞു തരുന്നോ അത്തരം ഉസ്താദിൻ്റെ പിന്നാലെ നിൽക്കുക. അല്ലാതെ ഉസ്താദിൻ്റെ ഒച്ച കേട്ടിട്ടോ, സൗണ്ട് കേട്ടിട്ടോ, രീതി കേട്ടിട്ടോ, പാട്ട് കേട്ടിട്ടോ, വയലിൻ്റെ സൗന്ദര്യം കൊണ്ടോ ഒന്നും ഒരാൾ പിന്നാലെ എന്താകരുത്, പോകരുത്. അവർ പറയുന്നത് അള്ളാഹിൻ്റെ ഖുർആനും തിരുസുന്നത്തിനും യോജിച്ചതാണെങ്കിൽ അവരുടെ പിന്നാലെ നിൽക്കുക. എന്നിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുക, അള്ളാഹുവേ ഞങ്ങളെ നീ എന്താവണേ. കാരണം എന്താ? ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന മതം എന്താണ്? ഇസ്ലാമാണ്. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തൊരു മതത്തെ ആഗ്രഹിച്ചാൽ ഖുർആൻ പറഞ്ഞു വലൻ യുഖ്ബല മിൻ, അവനിൽ നിന്ന് അള്ളാഹ് എന്താവില്ല, സ്വീകരിക്കില്ല. അപ്പോൾ ഒരു മുസ്ലിമാകുക, ഇസ്ലാമാവുക, ഇന്ന് മുസ്ലിമാകുക ഇസ്ലാമാകുക എന്ന് പറഞ്ഞ ആൾക്കാർക്കൊരു മോശം അവസ്ഥയാണ്. അങ്ങനെയല്ല ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഖലീലുള്ള പ്രാർത്ഥിക്കുന്നത്, വജ്അൽനാ, അല്ലാഹുവേ നീ ഞങ്ങളാക്കണമേ, ഞങ്ങളെ 2 പേരെയും മുസ്ലിമൈനി ലക്, നിനക്ക് കീഴ്പ്പെടുന്നവർ. അതാണ് വമിൻ ദുരിയത്തിനാ, മൂന്നാമത്തെ പ്രാർത്ഥന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ഉമ്മത്തം മുസ്ലിമത്തൻ ലക്, നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമൂഹത്തെ നീ ഉണ്ടാക്കണമേ. നിനക്ക് കീഴ്പ്പെടുന്ന സമൂഹത്തെ ഉണ്ടാക്കണം.
നമ്മളൊക്കെ നന്നായി. കുട്ടികൾ ക്ലാസ്സിനില്ല. 10ാം ക്ലാസ്സുകാരായ 12ാം ക്ലാസ്സുകാരൊക്കെ നമുക്കൊക്കെ ഉണ്ട് മക്കൾ പലവർക്കും. ഓർക്ക് ഖുർആൻ ക്ലാസ് ഇല്ല, അവർക്ക് സ്കൂള് പ്രശ്നം, അങ്ങോട്ട് പ്രശ്നം, അങ്ങോട്ട് കോഴ്സ് ചെയ്യട്ടെ. നമ്മൾ വയസ്സായവരിപ്പോൾ നന്നാകില്ല, ഇനിയിപ്പോൾ രക്ഷമൊന്നുമില്ല, ഇനി ഇവിടേക്ക് നന്നാകാൻ. മറിച്ച് കുട്ടികളെ സംബന്ധിച്ച് ആ കുട്ടികൾക്ക് ഈ ബോധവൽക്കരണം, മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് ഒരു 7ാം ക്ലാസ്സിൽ നിന്ന് എന്താവും അല്ലേ? 7-ലെത്തുമ്പോൾ മദ്രസയിൽ 7ആയി, 7 പൊതുപരീക്ഷ കഴിഞ്ഞു, ഓന ഒരു ബോധമില്ലാത്ത കാലത്താണ് ഇതൊക്കെ എന്താകുന്നത്, പഠിക്കുന്നത്. ഒരാലോചനയും ചിന്തയും ഒന്നും ഇല്ലാത്ത കാലത്താണ് അവൻ എല്ലാ ദിക്റുകളും കാര്യങ്ങളൊക്കെ എന്താകുന്നത്, ഒരു കളിച്ചടക്കുന്ന പ്രായത്തിലാണ് പഠിക്കുന്നത്. ഒരു ബോധമുള്ളൊരു കാലത്ത് ഒരു വിദ്യാഭ്യാസം പിന്നെ എന്താവണം, ഇതേപോലെ ഗൾഫിലൊക്കെ അന്ന് വെറുതെ ഇരിക്കുകയെന്ന് കാണുമ്പോൾ ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ വരണം. നാട്ടിൽ ഇങ്ങനത്തെ ഒരു ചുറ്റുപാടേ കുറവാണ്. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ വെക്കേഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ലേണിങ്ങിന് പോകുമ്പോൾ ഞായറാഴ്ചയാണ് അവിടെ ലേണിങ്. ഇവിടെ വെള്ളിയാഴ്ചയല്ലേ പോലെ നാട്ടിലല്ലേ, ആരും 9 മണിക്ക് ആരും ഉണ്ടാവില്ല. പോയ മൊയിലേർക്ക് പിന്നെ എന്തായാലും പോകണമല്ലോ, ക്ലാസ് എടുക്കണം എന്നുള്ളവർക്ക് നമ്മളും അവിടെ പോയി തല വെച്ച് കൊടുക്കാൻ പോയിട്ടുണ്ടാവും, ആരും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ മരണം ഉറപ്പായ കുറച്ച് ഒരു 2-3 ആൾക്കാർ 10:30 ഇങ്ങനെ കയറി വരും. അപ്പോഴത്തേക്കും സമയം കഴിഞ്ഞ് കല്യാണത്തിന് പോകണം, കുടിയിരിക്കലിന് പോകണം, ഞായറാഴ്ചയാണ് പോയി. ഇത് കേൾക്കാവുന്ന ഇത് പിന്നെ നമ്മളെ മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം മിമ്പറമെന്നെങ്കിലും ഇതൊന്ന് കേൾക്കും. വെള്ളിയാഴ്ച പിന്നെ എന്തായാലും വരണമല്ലോ, അതും അവസാനം കാത്തിക്കണമുണ്ട്, അവസാനം വന്ന് ആദ്യം പോകണമുണ്ട്. അതല്ലാതെ എന്നാലും ഒരു കുറച്ചൊക്കെ അള്ളാഹ് റസൂൽ എന്നൊക്കെ കേൾക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. സുന്നിപ്പള്ളി പോലെ അതുമില്ല, അത് മൊത്തം അറബിയിലാണ്. അറബികളോട് വർത്താനം പറയണ പോലെയാണ്. മുന്നിൽ നിൽക്കണൊക്കെ അറബികളാണ് തോന്നും. എവിടെ കൊടക്കാടും പരപ്പനങ്ങാടിയൊക്കെ എല്ലാ ആൾക്കും അറബികളാണ്, എന്നിട്ട് അറബിയിലാണ് അടിക്കൽ. അപ്പോൾ അവർക്ക് അതും കിട്ടില്ല. ഇതാണ് മുസ്ലിം സമൂഹത്തിൻ്റെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യം എന്തിനാണ് വെച്ചത്? ആഴ്ചയിലൊരിക്കൽ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് ഓർമ്മപ്പെടുത്തലുകൾ എന്തുണ്ടാവും? ഒരു ബോധം ഉണ്ടാക്കും. ഈ ബോധം ഉണ്ടാക്കാനാണ് വെള്ളിയാഴ്ച ജുമ അതിൻ്റെ മുമ്പിൽ ഒരു ഖുതുബൊക്കെ വെച്ച്. അപ്പോൾ അത് മുന്നിലിരിക്കണവർ തിരിയാത്ത ഭാഷയിൽ, ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ പരിപാടി നടക്കണ്ട, മുന്നിലിരിക്കണവർ തിരിയാത്തൊരു ഭാഷയിൽ വർത്താനം പറഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും ലോകത്ത് ചെയ്യണമെങ്കിൽ കണ്ടിരിക്കണോ? ഇല്ല. എന്നിട്ടോ ഇത് ഖുതുബ അങ്ങനെ ആക്കി. ഇങ്ങനെ മുസ്ലിം സമൂഹത്തിന് ഇത് കിട്ടാത്ത ഇസ്ലാമിൻ്റെ മഹത്വമോ മുസ്ലിം ആകേണ്ടതിൻ്റെ, അതുകൊണ്ടാണ് മുസ്ലിമോ അതൊക്കെ ഇപ്പോൾ പറയാനൊരു നാണം, ഒരു മടി, അതല്ലെങ്കിൽ ഇസ്ലാമിക ചിട്ടകളനുസരിച്ച് ജീവിക്കുന്നവരോട് പരിഹാസം, ഇങ്ങനത്തെ ഉള്ളൊരു മാനസികാവസ്ഥയിൽ മനുഷ്യന്മാരെന്താവുകയാണ്, മാറി വരിക. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള മഹത്വം, അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ മതങ്ങളെ പറ്റി പറയുമ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ സർവ്വമത സത്യവാദികളുണ്ട്, എല്ലാ മതങ്ങളും സത്യമാണെന്ന് പറയുന്നത്. അവരിങ്ങനെ പറയും, ചില നമ്മളെ പ്രസംഗന്മാരനുണ്ട്, എല്ലാ പുഴകളും ഒഴുകുന്നത് എവിടേക്കാണ്? കടലിലേക്കാണ്. അതുകൊണ്ട് എല്ലാ മതങ്ങളും ഒന്നാണ്. എല്ലാ പുഴയും ഒഴുകണ കടലേക്കാണ്. അത് നമുക്കില്ല എന്ന് പറയണ്ടോ? പക്ഷെ എല്ലാ മതങ്ങളും എന്തല്ല, ഒന്നല്ല. ചില ഉദാഹരണം കണ്ട് കൊടുത്തിട്ട് ഇവിടേക്ക് എന്താവില്ല, യോജിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ചില ഉദാഹരണങ്ങളും ചില പേരുകളും, ഇപ്പോൾ കറുത്തോന് സുന്ദരൻ പേരിടും, അത് വിചാരിച്ചിട്ട് സുന്ദരനാകൊന്നുമില്ല. ആ പേരുകൊണ്ടല്ലല്ലോ സുന്ദരനാകണത്, പൊതുവെ അതാണ്. അപ്പോൾ ഈ രൂപത്തിൽ എല്ലാ പുഴകളും ഒഴുകുന്നത് കടലേക്കാണ്, അതൊരു യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷേ എല്ലാ മതങ്ങളും എന്തല്ല, ഒന്നല്ല. ഈ സർവ്വമത സത്യവാദികളും അതേപോലെ ഇസ്ലാമിൻ്റെ പേരിൽ ഈ ബഹുമുഖ സമൂഹത്തിൽ ബഹുമുഖ മതങ്ങളുടെ ഇടയിലൊക്കെ പോകുമ്പോൾ മുസ്ലിമാണെന്ന് പറയാൻ ചില പ്രഭാഷകന്മാർക്ക് എന്താണ്, മടിയാണ്. അപ്പോൾ പോലെ ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കലക്കസമാവാത്തി പ്രസംഗമൊക്കെ അടിച്ച്, ഉഷാറായിരുന്നു സർ നിങ്ങളുടെ പ്രസംഗം, ഓക്കെ താങ്ക് യു എന്നും പറഞ്ഞ് മടങ്ങി വന്ന്, അങ്ങനെയൊന്നല്ല. എല്ലാ മതങ്ങളും ഒന്നല്ല പറയുന്നത്. ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസമാണോ ക്രൈസ്തവതയുടെ പുത്രൻ എന്ന് പറയുന്ന ഈസാ നബി അള്ളാഹിൻ്റെ പുത്രനാണെന്ന് പറയുന്ന വിശ്വാസം ആണോ? അല്ല. ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസം ഈ ഹൈന്ദവതയുടെ 33 കോടി ദൈവങ്ങളുടെ വിശ്വാസം ഒന്നാകണ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ? എവിടെയും പോയിന്റ് ഇല്ല. അതാണ് മെയിൻ വിശ്വാസം. ബാക്കിയിലിപ്പോൾ കാല് മറക്കണം, അല്ലെങ്കിൽ വസ്ത്രധാരണ രീതികളിലൊക്കെ പല മതങ്ങളും പല രൂപത്തിലും ചില യോജിപ്പുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ബേസിക്കിൽ എവിടെ എന്തില്ല, ഒരു യോജിപ്പില്ല. അതുകൊണ്ട് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്, ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ മതസൗഹാർദ്ദം ഉണ്ടാകണം. എല്ലാ മതങ്ങളോടും നമുക്ക് എന്ത് വേണം? സ്നേഹം വേണം, സൗഹാർദ്ദം വേണം, ശാന്തി വേണം. പക്ഷേ മതങ്ങളുടെ ലയനമല്ല. നമ്മുടെ വിശ്വാസം അവരെ കൊണ്ടുപോയിട്ട് എന്താണ്ട
ചാടിക്കണം. അവരെ വിശ്വാസം നമ്മളേലും ചാടിക്കാൻ സമ്മതിക്കണില്ല. അപ്പോൾ ഒരു ബീഫ് തിന്നതിനാണ് ഈ കൊലവിളിയൊക്കെ നടത്തുന്നത്. കാരണം ബീഫ് പോലെ ദൈവമാണെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ കൊല്ലാനൊന്നും പോകണില്ല, മറിച്ച് സൗഹാർദ്ദം, എല്ലാ മതവിശ്വാസികളോടും സൗഹാർദ്ദം. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ നിങ്ങളെന്താകാൻ പാടില്ല. അപ്പോൾ സൗഹാർദ്ദം ഒന്നും ലയനം വേറൊന്നുമാണ്. ലയനം എന്ന് പറഞ്ഞാൽ എന്താ? ആ വിശ്വാസമൊക്കെ കൊടുത്തിട്ട് ഇതിലെന്താക്കുക, ചേർക്കുക. ഈ വിശ്വാസം കൊണ്ടിട്ട് അതിലെന്താകുക, ചേർക്കുക. അതിൻ്റെ ആവശ്യമല്ല. മതസൗഹാർദ്ദമാണത്, മതലയനമല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇസ്ലാമിൻ്റെ മഹത്വം നമ്മളിലും ഇബ്രാഹിം ഖലീലുള്ള പ്രാർത്ഥിച്ചതുപോലെ വമിൻ ദുർരിയത്തിന, നമ്മുടെ. അതുകൊണ്ട് മക്കളിൽ മതവിദ്യാഭ്യാസം ഒരു ചെറുപ്പത്തിൽ മാത്രം കൊടുക്കേണ്ട ഒരു സംഗതിയല്ല. ഇബ്രാഹിം നബി അന്ന് ഖലീലുള്ള പ്രാർത്ഥിക്കുകയാണ്. ഖലീലുള്ളാൻ്റെ ഒരു മകനാരാണ്? ഇസ്മായിൽ. മറ്റൊരു മകനാരാണ്? ഇസ്ഹാഖ്. അവരിലെ സന്താനങ്ങളിലും അതാണ് ഖുർആനിലെ പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അഅ്യുനിൻ. ഇത് നമ്മളെപ്പോഴും നിസ്കാരത്തിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ മക്കളിലും എൻ്റെ ഭാര്യമാരിലും എനിക്കെന്ത് തരണമേ? കൺകുളിർമ നൽകണമേ. വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. സ്കൂൾ ലീഡറാക്കാനല്ല, മുത്തഖീങ്ങൾക്ക് എന്താകണേ? ഇമാമാക്കണേ. നമ്മളിവിടെ മുത്തഖീങ്ങൾക്കല്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഓനെ നേതാവാക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണത്. എവിടെയെങ്കിലും പാട്ട് പഠിച്ചിട്ട് ഡാൻസ് പഠിപ്പിച്ചിട്ട് മിമിക്രി കാണിച്ചിട്ട് മോണോ ആക്ട് കാണിച്ചിട്ട് അതിൻ്റെ ലീഡറാക്കാൻ പറ്റുമെന്നാണ്. അല്ല, വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇതാണ് ഒരു സത്യവിശ്വാസിൻ്റെ പ്രാർത്ഥന. ഇതാണ് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത്. എന്താണ്? വമിൻ ദുർരിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ആ 3 കാര്യം പറഞ്ഞു. ഒന്നെന്തായിരുന്നു? റബ്ബന പറയ്. രണ്ടാമത്തെ എന്തായിരുന്നു? വജ്അൽനാ മുസ്ലിമീൻ. മൂന്നാമത്തെ എന്തായിരുന്നു? വമിൻ ദുർരിയത്തിന ഉമ്മത്തൻ മുസ്ലിമീൻ. നാലാമത്തത് വഅരിനാ മനാസികന. മൻസക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ അറബിയിൽ ആ വാക്ക് ഉപയോഗിക്കല് ഖുദു അന്നി മനാസിക്കക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തിട്ട് പറഞ്ഞു, ഈ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് എന്താവുക, എടുക്കുക. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി അങ്ങനെ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കാരം പൂർണ്ണമായിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നമസ്കരിച്ച പോലെ തന്നെ നിങ്ങൾ എന്താവണം, നമസ്കരിക്കണം. അതേപോലെ ഹജ്ജ് ചെയ്തിട്ട് നബി പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും. കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് എന്താവണം, എടുക്കണം. ഞാൻ എങ്ങനെയാണ് അറഫയിൽ നിന്നത്, ഏത് സമയം വരെ നിന്നു, മിനയിൽ എത്ര താമസിച്ചു, എവിടെ കല്ലെറിഞ്ഞു, എവിടെ അറുത്തു, ഇങ്ങനെ ഓരോ കാര്യങ്ങളും റസൂലുള്ള പറഞ്ഞു. അതിൽ പ്രയാസമുള്ളത് സഹാബത്ത് പറഞ്ഞപ്പോൾ ചിലതിലൊക്കെ എന്തായി വിട്ടുവീഴ്ച ചെയ്തു. അപ്പം മൻസക്കുകൾ ഇവിടെ ഇബ്രാഹിം നബി പറയാണ്, വ അരിന മനാസിക്കന, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ നീ എന്താവണേ, കാണിച്ചു തരണമേ. ആരോട്? അള്ളാഹിനോട്. ഞങ്ങൾ ഇനി ഇവിടെ ചെയ്യേണ്ട കർമ്മങ്ങൾ നീ എന്താവണേ, കാണിച്ചു തരണം. അപ്പം നമ്മൾ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ ഖുർആനും സുന്നത്തിനും അനുസരിച്ചുള്ള കർമ്മങ്ങളായിരിക്കണം നമ്മൾ എന്താവേണ്ടത്. അല്ലാതെ ഉംറക്ക് പോയല്ല ഉംറക്ക് പോകുക, ഹജ്ജിനോ അല്ല ഹജ്ജിനോ. ആരപ്പം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അർറുക്കാബു കസീറുൻ വൽ ഹുജ്ജാജു ഖലീലുൻ. ഒരു ഹജ്ജിന് പോകുമ്പോൾ ഒരു ഉംറക്ക് പോകുമ്പോൾ ഇസ്ലാമിൻ്റെ ഒരു കർമ്മം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് സൂക്ഷ്മമായിട്ട് റസൂലുള്ള പറഞ്ഞതുമാതിരി ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുമ്പിലൂടെ ജനങ്ങൾ ഇങ്ങനെ ഹജ്ജിന് പോകുമ്പോൾ സഹാബിയുൽ ജലീൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അർറുക്കാബു കസീറുൻ, യാത്രക്കാർ കുറേയുണ്ട്, വൽ ഹുജ്ജാജു ഖലീലുൻ, ഹാജിമാർ കുറച്ചേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ആൾക്കാർ ഹജ്ജ് ചെയ്യുന്നുണ്ട്. 30 ലക്ഷത്തോളം ആളുകൾ ഗവൺമെൻറ് അറിഞ്ഞിട്ട്, അറിയാതെ ചെയ്യണവർ വേറെ ഉണ്ട്. എന്നിട്ടോ ഇതിൽ ആ സഹാബി പറയണേ, യാത്രക്കാർ കുറേയുണ്ട്, വൽ ഹുജ്ജാജു ഖലീലുൻ. അവിടെ ചെന്നിട്ട് കല്ലെറിയുമ്പോൾ വലിയ ചെരുപ്പെടുത്ത് എറിയണോണ്ട് ഇത് ശൈത്താനാന്ന് വിചാരിച്ചിട്ട്, വടി എടുത്തിട്ട് അടിക്കണോണ്ട് ഇതാരാണെന്ന് വിചാരിച്ചിട്ട് ശൈത്താനാ വിചാരിച്ചിട്ട്. ഇങ്ങനെ അന്തം കമ്മികളാണ് കൂടുതൽ. അള്ളാഹു എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിക്കുമാറാവട്ടെ. അപ്പം നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യേണ്ട ഒരു സൂക്ഷ്മത, ആ കർമ്മങ്ങൾ റസൂലുള്ള പറഞ്ഞത് എങ്ങനെയാണ്. അതിനോടാണ് നമ്മളിപ്പോൾ ഒരു പൈസ കൂടിയാൽ നമ്മൾ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഹജ്ജ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ. അജ്മൽ ഉസ്താദിൻ്റെ ഒപ്പം പോയ മൂപ്പര് നബി പറഞ്ഞ മാതിരിയൊക്കെ തന്നെ ചെയ്യുള്ളൂ. ആ ടീം പെട്ട ആളുകളാണ് അതാണ് നമ്മൾ അതിനെ അതിലൊരു 10 റിയാൽ കൂടിയോ 10 റിയാൽ കുറഞ്ഞോ അവിടെ ഒന്നും പൈസ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഈ പൈസ ഒക്കെ ചിലവാക്കിയിട്ട് അവിടെ പോയിട്ട് പൊട്ടത്തരം ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?
പിന്നെ ഈ പൈസ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ആകെ 6 റിയാലേ ലാഭം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആ 5000 വേറെ ചിലവാക്കിയത് പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാവരുടെയും ഹജ്ജ് റബ്ബ് സ്വീകരിക്കട്ടെ. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇന്നയാളത് ശരി ഇന്ന അങ്ങനെ നമ്മൾ ആരും ചെറുതാക്കുക വലുതാക്കുകയല്ല. പക്ഷേ ഇബ്രാഹിം നബി പോലും പറയണ അരിന മനാസിക്കന, പടച്ചോനെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ത് കർമ്മങ്ങൾ. നമ്മൾ വിചാരിക്കണ പോലെ കർമ്മങ്ങൾ ഓരോന്നും അവിടുന്ന് വന്നതാ, ഉപരിലോകത്ത് നിന്ന് അള്ള കാണിച്ചു കൊടുത്താണ്. ജിബ്രീൽ നിസ്കരിച്ചു കാണിച്ചു കൊടുത്തു. ജിബ്രീലിന് ആര് കാണിച്ചു കൊടുത്താ? റബ്ബ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പം കൈ എവിടെ വെക്കണം? കൈ നെഞ്ഞിൽ തന്നെ വെക്കണം. ബുഖാരിയിലെ ഹദീസിൻ്റെ റസൂലുള്ളാഹിൻ്റെ ഹദീസ്. അപ്പോൾ വയറ്റത്ത് വെച്ചാൽ എന്താ, ഇനി വയറ്റിൽ നിന്ന് കുറച്ച് ഇറങ്ങി വെച്ചാൽ എന്താ, ഇനി കൈയൊന്നും കെട്ടാതെ എന്നാൽ എന്താ? അതൊക്കെ ഇപ്പോൾ ഒരു പ്രശ്നമാണോ? മുസ്ലിങ്ങളെ തല പോകുമ്പോൾ കയ്യെട്ടനാണോ പ്രശ്നം? മുസ്ലിങ്ങളെ തല പോണതിന് വേറെ പ്രശ്നം, അത് വേറെ നോക്കണം. ഈ അയച്ചിട്ട് കയ്യെട്ടായിരിക്കണോ? ഇതൊക്കെ എന്താണ് ഉപമകളൊന്നും എന്തല്ല ശരിയല്ല. ഒരു ഉപമ കൊണ്ട് കൊടുത്തിട്ട് വേറെ ഉപമ കൊണ്ട് വെക്ക്. ഇപ്പം നമ്മളെ സുന്നികൾ, നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ സാധാരണ പറയലുണ്ട്, നമ്മളിപ്പോൾ എങ്ങനെ അള്ളാഹിനോട് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക? നമ്മളിപ്പോൾ നേരിട്ട് ട്രാൻസ്ഫോർമറിൽ നിന്ന് കറണ്ട് എടുക്കലുണ്ടോ? ട്രാൻസ്ഫോർമറിൽ നിന്ന് ആരെങ്കിലും കറണ്ട് എടുക്കലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെന്താവും? പോസ്റ്റ് വെക്കും. അങ്ങനെ പോസ്റ്റ് വെച്ചിട്ടാണ് എന്താകുന്നത്? അല്ല, ട്രാൻസ്ഫോർമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുക്കലില്ല വഹാബികളെ, മുജാഹിദുകളെ. ട്രാൻസ്ഫോർമറിൽ നിന്ന് കറണ്ട് നേരിട്ട് എടുക്കലില്ല എന്നില്ല എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. പക്ഷെ അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് അതിലും വലിയ ശരിയാണ്. അപ്പം ഈ ഉപമകൾ വേണ്ടാത്ത ഉപമ. ട്രാൻസ്ഫോർമറിന് നബി എപ്പോഴെങ്കിലും ഉദാഹരണം പറഞ്ഞിരിക്കണോ? ട്രാൻസ്ഫോർമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുക്കാത്തത് പോലെ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹിനോട് നേരിട്ട് പ്രാർത്ഥിക്കരുത്, ഔലിയാക്കൾ അമ്പിയാക്കൾ അങ്ങനെ പറയണം. അപ്പം അങ്ങനത്തെ വേണ്ടാത്ത ഉപമകൾ കൊടുത്തിട്ട് വേണ്ടാത്തോടത്ത് എന്താകുക? വെക്കുക. അതിൽപ്പെട്ട ഒന്നാണ് മുസ്ലിങ്ങളുടെ കയ്യും കാലും ലോകത്ത് വെട്ടിത്തീരുമ്പോൾ സംഘപരിവാർ ശ്രദ്ധിക്കുമ്പോൾ അവിടെ മുജാഹിദും സുന്നിയും തർക്കിക്കുന്നു. എന്തിന്? കൈ വെക്കണ വിഷയത്തിൽ. കൈ വെക്കണ വിഷയത്തിൽ കൈ എവിടെ വെക്കണം എന്നില്ലെങ്കിൽ ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് അനുസരിച്ച് ചെയ്യണം. ഞാൻ ഇപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പറയണം, എന്തായാലും ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട്. മുജാഹിദ് സുന്നിയും തർക്കിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. മുജാഹിദ് സുന്നിയും തർക്കിച്ചുകൊണ്ട് ഒരു മുസ്ലിം ലീഗുകാരനും എന്തായിട്ടില്ല, ഒരു വോട്ടും എന്തായിട്ടില്ല പോയിക്കണോ? ഈ മുജാഹിദ് സുന്നി വോട്ട് ചെയ്യുന്ന ആർക്ക് തന്നെ കാരണം? ലീഗിൻ്റെ സ്ഥാനാർത്ഥി എന്നാൽ ലീഗിന് ചെയ്യും, കോൺഗ്രസ് എന്നാൽ കോൺഗ്രസ് ചെയ്യും, മാർക്സിസ്റ്റ് എന്നാൽ അവർക്ക് അത് ഓരോരുത്തരും താല്പര്യം. മറിച്ച് ജമാഅത്തേരും NDF-കാരും ആണ് ഇത് വല്ലാതെ എടുത്ത് കശക്കൽ. നമ്മൾ തല്ലൂടുന്നു, മുജാഹിദും സുന്നിയും തല്ലൂടുന്നു, അല്ലേ? പക്ഷേ മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കാൻ സ്ഥാനാർത്ഥിനെ എടുത്തുള്ള ആരാ? മുജാഹിദും സുന്നിയാ? മുസ്ലിം ശക്തി എവിടെ കാണിക്കേണ്ടത്? പ്രകടനത്തിലല്ല, വോട്ടിങ്ങിലാണ്, അല്ലേ? MLA-മാരുടെ എണ്ണത്തിൽ, MP-മാരുടെ എണ്ണത്തിൽ, നിയമസഭയിലും പാർലമെൻറ്റിലും ഉള്ള മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൽ, അവിടെയാണ് മുസ്ലിം ശക്തി കാണിക്കേണ്ടത്. അവിടെ ജമാഅത്തേർ എന്ത് ചെയ്യും? സ്ഥാനാർത്ഥിനെ എടുത്തും. NDF-കാർ എന്താ പേര് വേറെ STPI-ക്കാർ വേറെ എന്താവും? സ്ഥാനാർത്ഥിനെ എടുത്തും. ആരെ തോൽപ്പിക്കാൻ? മുജാഹിദ് അവിടെ തർക്കിക്കൂല, ഇവിടെ തർക്കിക്കും. എവിടെ? കൈ എവിടെ വെക്കണം, കാലെവിടെ വെക്കണം, കബറ് കട്ടിപ്പോക്കണം എന്നൊക്കെ ഇവിടെ എന്താവില്ല, തർക്കിക്കൂല. അവിടെ ഖുറാഫി ആണെങ്കിൽ ഖുറാഫിക്ക് കൊടുക്കും, മുശ്രിക്കാണെങ്കിൽ മുശ്രിക്കിന് കൊടുക്കും, കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരന് കൊടുക്കും. രാജ്യത്തിൻ്റെ നന്മക്ക് ഫാസിസ്റ്റുകളോട് ശക്തമായി നിൽക്കുന്ന ആരാണോ അവർക്ക് എന്താവും? ഒന്നും ചെയ്യും. അവിടെ നമ്മൾ തർക്കിക്കൂല. നെഞ്ഞത്ത് കൈയ്യിട്ടണവനാണ്, അല്ല വയറ്റത്ത് കൈയ്യിട്ടണവനാണ്, ഓൻ വോട്ട് ചെയ്യരുതിട്ട് നമ്മളെവിടെയെങ്കിലും പറഞ്ഞിരിക്കണം. അങ്ങനത്തെ ഒരു വിഷയം നമ്മൾ അപ്പം ഇതിലെ കാപട്യങ്ങളൊന്ന് മനസ്സിലാക്കി. സത്യത്തിൽ നമ്മൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഐക്യത്തിന് നമ്മൾ എന്തല്ല, പക്ഷെ നമ്മൾ അത് വിചാരിച്ചെടുത്ത് പറയാതിരിക്കൂല. ഐക്യത്തിനെതിരെ നിൽക്കുന്നത് ആരാണ്? ഈ ടീമാണ്. എന്നിട്ട് ഓല് പ്രസംഗിക്കുമ്പോഴോ പണ്ടോ മുസ്ലിം സമൂഹത്തിൻ്റെ തല കൊയ്യാൻ പോകുമ്പോൾ കൈ എവിടെ വെക്കണം എന്നില്ലതിനെ സംബന്ധിച്ച് അതെന്താ? അരിന മനാസിക്കന. ഈ മനസ്സൊക്കെ ആര് കാണിച്ചു തന്നതാണ്? അള്ള കാണിച്ചു തന്നതാണ്. ഒരാളിങ്ങനെ 3 വട്ടം തല തടയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ 3 വട്ടം തടഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒളു എടുത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെവിക്കുറ്റിയിൽ 2 കയ്യും വെച്ചിട്ട് ഇങ്ങനെ പിന്നിലേക്ക് കൊണ്ട് അക്കദമഹ എന്നിട്ട് മുന്നിലോട്ടും കൊണ്ടുവന്നു. ഇങ്ങനെയാണ് തലടവുക. ഇത് പറയണതിനെന്താ? ഒരുത്തം വന്നിട്ട് ഇങ്ങനെ മുട്ടി ഇങ്ങനെ സ്റ്റൈലാക്കിയാണ് ഇരുന്നിട്ട് ഓൻ്റെ തലയടവിൽ എന്തെങ്കിലും പെട്ടതല്ല എന്ന് പറയണതിനെന്താ? വോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ മുസ്ലിം ശക്തി കാണിക്കുമ്പോൾ ചെയ്യോ തല തടവണവനും തല ഇല്ലാത്തവനും എല്ലാവർക്കും എന്താവും? നമ്മൾ എന്ത് ചെയ്യും? വോട്ട് ചെയ്യും. പക്ഷെ തല തടവണ്ട എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളിത് പറയും. ഒരുത്തം വന്നിട്ട് പറയാവുന്നില്ല, അല്ല ഉണ്ട്.
ഒരുത്തം വന്നിട്ട് പറയാം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നത് നിഷിദ്ധാണ്, ഹറാമാണ്. നമ്മൾ പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമെന്ന് പറയണില്ല, പക്ഷെ എന്തല്ല ഒരു പെണ്ണ് പള്ളിയിലേ പോയിട്ട് നിസ്കരിക്കാവൂ നമ്മൾ പറയില്ല. നമ്മൾ പെണ്ണുങ്ങളൊക്കെ അത് അവിടെ കുത്തുബ നടക്കുമ്പോൾ അവിടെ മത്തിക്കറിയും വെച്ചിരിക്കുന്നുണ്ട് കുറേ പെണ്ണുങ്ങൾ നാട്ടിൽ, അല്ലേ? പപ്പടവും പൊരിച്ച് മീൻകറിയും വെച്ച്, കാരണം മൂപ്പര് വന്നാൽ അടിക്കണം. ഓളവിടെ മീൻകറിയും വെച്ചിരിക്കുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് ഓളെന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഓൾക്ക് തോറസ്കരിച്ചാൽ മതി. നിർബന്ധം എന്ന് പറയും. പക്ഷെ വേറൊരു ടീം വന്നിട്ട് പറയണത് എന്താണ്? ഹറാമാണ് ഹറാമാണ് ഹറാമാണെന്ന് പറയുമ്പോൾ അല്ലാ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ അടിയത്തികളായ സ്ത്രീകൾ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ നിങ്ങളവിടെ എന്താകരുത്. ഇത് പറയണേനെന്താ? വേറെ മുസ്ലിം സമൂഹത്തിൽ കുറേ ആൾക്കാർ ഖബറും കെട്ടിപ്പൊന്തിച്ചിട്ട് അതിൻ്റെ മുന്നിൽ തവാഫ് ചെയ്യുക, വേറെ കുറേ ആൾ സുജൂദ് ചെയ്യുക, വേറെ കുറേ ആൾ ആ ഖബറിലുള്ള ആളോട് പ്രാർത്ഥിക്കുക. അപ്പോൾ സമൂഹത്തിൻ്റെ ഐക്യം വേണം. ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്യണം. പക്ഷേ വിഷയം സമൂഹത്തിന് എന്താവണം? പറയണം. ഇവരത് പറയില്ല. എന്നിട്ട് ഇലക്ഷൻ വരുമ്പോൾ ഐക്യം എല്ലായിടത്തും എന്താവും? ആകെ കേരളത്തിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന വോട്ട് 20,000 30,000. അതിന് പൈസ എത്ര ചിലവാണ്? ആർക്കെങ്കിലും ഇല്ലോന്ന് ഒരുത്തിന് കുത്താന്നല്ലാതെ എത്ര പൈസയും സമയവും ചിലവാക്കണം? ഞാൻ അങ്ങനെ ആലോചിക്കില്ല, എന്തിനാ ഇപ്പം ഇവരൊക്കെ ഇങ്ങനെ? മുസ്ലിം സമൂഹത്തിന് ഞാൻ ആവശ്യമുണ്ടോ ഒരു പാർട്ടി? ഞാൻ അതല്ലെങ്കിൽ ഇതേപോലെയുള്ള പാർട്ടികൾ ചെന്ന് മുസ്ലിങ്ങൾ പ്രവർത്തിക്കുക. ഇത് ഓരോ മുസ്ലിമിനും ഓരോ പാർട്ടിയാണ്. എന്നിട്ട് മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുക, എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് ഐക്യത്തെ സംബന്ധിച്ച് എന്താകുക? സംസാരിക്കുക. ഇവിടെ കുറേ സാധുക്കൾ ദീനിൻ്റെ കാര്യം സംസാരിക്കുക. ഇതേപോലെയുള്ള കാര്യം വരുമ്പോൾ എന്താകുക? എവിടെയാണോ മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞത് അവിടെ എന്താകുക? ഐക്യം കാണിക്കാൻ എന്താകുക? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അതിൻ്റെ വൈരുദ്ധ്യം നോക്കാം. മൊത്തം ഈ ജമാഅത്ത് ക്ലാസ്സുകളിലൊക്കെ നമ്മളെ പറ്റി പറയില്ല, ഐക്യമല്ല, പ്രശ്നം ഉണ്ടാക്കണവരാണ്. നമ്മൾ ഇതിലേ പ്രശ്നം ഉണ്ടാക്കണുള്ളൂ. കാരണം ഇബ്രാഹിം നബിയും കൂടിയും പറയണത് എന്താ? അരിന മനസ്സൊക്കെ പഠിച്ചവൻ ഹജ്ജ് കാണിച്ചോണ്ടാ. അപ്പോൾ ഹജ്ജ് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചത്, അതേപോലെ തന്നെ ഉംറ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചത്, നിസ്കാരം എങ്ങനെ വേണം, സക്കാത്ത് എങ്ങനെ കൊടുക്കണം, ഇങ്ങനെ എല്ലാ രൂപങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് വഹയിലൂടെ എന്തായതാണ്? പഠിപ്പിച്ചു. അതന്നെയാണ് ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിക്കുന്നത്. ഇനിയോ വതുബ് അലൈന, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. ഇന്നക അന്ത തവ്വാബുർ റഹീം, തീർച്ചയായും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ് റബ്ബേ നീ. ഇനിയോ റബ്ബന വബ്അസ്, അപ്പം എത്ര പ്രാർത്ഥനയായി? റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബന വജ്അൽന മുസ്ലിമൈനി ലക, പിന്നെ വമിൻ ദുർരിയ്യത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വ അരിന മനാസികന വതുബ് അലൈന. 5 എണ്ണമായി. 6 എണ്ണല്ലേ ഞാൻ പറഞ്ഞേ? എത്ര പറഞ്ഞേ? 6 അല്ലേ? 6ാമത്തെ 5 പറയണേ. റബ്ബന വബ്അസ് ഫീഹിം, ഞങ്ങളുടെ റബ്ബെ അവരിൽ നിന്നൊരു റസൂലിനെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. അതേ അവർക്ക് നിൻ്റെ ആയത്ത് ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നിശ്ചയമായും നീ തന്നെയാണ് പ്രതാപശാലയും അഗാധ ജ്ഞാനമായുള്ളവൻ. റബ്ബന, 6ാമത്തെ കാര്യം ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, അല്ലാഹുവേ വബ്അസ് ഫീഹിം, അവരിൽ നീ ബഅസാർ എന്താ? നിയോഗിക്ക്, അയക്കണമേ, റസൂലൻ, ഒരു ദൂതനെ, മിൻഹും, അവരിൽ നിന്ന്, യത്ലു അലൈഹിം ആയാതിക്, നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കുന്നൊരു പ്രവാചകൻ. തലായത്തുലു എന്ന് പറഞ്ഞാൽ എന്താ? തിലാവത്ത് എന്ന് പറയല്ലേ? തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ്റെ പാരായണം. തല എന്ന് പറഞ്ഞാൽ തല്ലല്ല, ലാമിന് ശ്രദ്ധുണ്ടെങ്കിൽ എന്തായി? തല്ലായി. തല്ലിനും അറബിയിൽ അർത്ഥമുണ്ട്. എന്താ തല്ല് എന്ന് പറഞ്ഞാൽ? കുന്നിനാണ് പറയുക, ചെറിയ കുന്നില്ലേ കേട്ടോ, അതിന് നമ്മൾ തല്ലൽ കയ്യോണ്ടാണ് പെരുമാറുന്നതിന്. ഇവിടെ യത്ലു അലൈഹിം, അവരുടെ മേൽ നീ ഓതിക്കൊടുക്കണമേ, അവരുടെ മേൽ ഓതണമേ ഈ പ്രവാചകൻ, ആയാത്തിക്ക, നിൻ്റെ ദൃഷ്ടാന്തം. വയുഅല്ലിമുഹുമുൽ കിതാബ, അവരെന്ത് പഠിപ്പിക്കണമേ? ഗ്രന്ഥം പഠിപ്പിക്കുകയും, വൽ ഹിക്മ, തത്വജ്ഞാനവും, വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, അല്ലാഹുവേ നീ
പ്രതാപശാലിയും തത്വജ്ഞാനിയുമാകുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയാറുണ്ടായിരുന്നു, അന ദഅവത്തു അബി ഇബ്രാഹിം. ഇത് രണ്ട് നിലക്കും ഇബ്രാഹിം നബിൻ്റെ മക്കളിൽ ആരുണ്ടായിട്ടുണ്ട്? പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. ഒന്ന് ഇസ്മായിലിൻ്റെ പരമ്പരയിലാണ് ആര് വന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ഹാക്ക് പിന്നെ പ്രവാചകന്മാരുടെ ഒരു തല്ലാണ്. ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കൂബ്, യാക്കൂബിൻ്റെ മകൻ യൂസുഫ്, അല്ലേ? അങ്ങനെ അങ്ങനെ പോകുന്ന ബനോ ഇസ്രായേൽ സമൂഹം ഇസ്ഹാക്കിൻ്റെ അങ്ങുണ്ട്, ഇവിടുന്നോ ഇങ്ങുണ്ട്. ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ള പറയാറുണ്ടായിരുന്നു, അന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹീമിൻ്റെ പ്രാർത്ഥന ഫലമാണ്. പ്രാർത്ഥന എന്നാ പ്രാർത്ഥിക്കണത്? 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. കിട്ടണതോ 4000 കൊല്ലം കഴിഞ്ഞിട്ട്. നമ്മളിപ്പോൾ തന്നെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. മോഡി കണ്ട് വന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്. ഇനിയിപ്പോൾ 5 കൊല്ലത്തിനുള്ളിൽ പ്രാർത്ഥന നടക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹം. നമ്മളൊരു ശത്രുവിനെ കണ്ട് അപ്പം പ്രാർത്ഥിക്കും. എന്നിട്ട് ആ പ്രാർത്ഥിച്ചാലോ നമുക്ക് സമയമില്ല, അപ്പം തന്നെ എന്താവണം? കിട്ടണം. ഈ ഒരു വിശദീകരണങ്ങൾ വായിക്കണം. ബുക്കില്ല, എല്ലായിടത്തും കിതാബില്ലേ? 250 പേജിൽ ഇത് വായിക്കാറുണ്ടല്ലോ അല്ലേ? 250 3ാമത്തെ പാരഗ്രാഫ് കണ്ട. ഇബ്രാഹിം അലൈഹിസ്സലാം ആ കണ്ട, എന്നിട്ട് അത് അടയാളപ്പെടുത്തി വെച്ചോളെ. ആ പ്രാർത്ഥന ചെയ്ത കാലത്ത് മക്ക പരിസരത്ത് ഒരു ജനതയാകട്ടെ സമുദായമാകട്ടെ നിലവിൽ വന്നു കഴിഞ്ഞിട്ടില്ല. ഭാവിയിൽ അപ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് നമ്മളൊന്നല്ല. നമ്മളെന്നൊക്കെ പറഞ്ഞാൽ എത്ര കുഴപ്പമില്ല ആൾക്കാരാണ്. ആ കുഴപ്പമുള്ളൂ എണ്ണി നോക്കിയല്ലേ. ഇബ്രാഹിം നബി ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനാണ്. മകൻ അറക്കാൻ പറഞ്ഞപ്പോൾ മകനെ മദ്രസക്ക് വിടാൻ തയ്യാറില്ലാത്ത ആൾക്കാരെ നമ്മൾ. അവിടെ മകൻ അറക്കാൻ പറഞ്ഞപ്പോൾ അറക്കുകയാണ്. കാബയിൽ അവിടെ കൊണ്ടുപോയിടണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയി വിട്ടുകയാണ്. അറക്കണം എന്ന് പറഞ്ഞപ്പോൾ അറക്കാൻ തയ്യാറാണ്. ഇങ്ങനെ അള്ളാഹു എന്ത് പറഞ്ഞാലും ഇബ്രാഹിം നബി കേൾക്കുകയാണ്. ആ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട് ആ സമയത്ത് ഭാവിയിൽ വരാൻ പോകുന്നതേയുള്ളൂ. ഓരോ പ്രാർത്ഥനയുടെയും ലക്ഷ്യമെന്താണെന്നും അത് സഫലമാകേണ്ടത് സന്ദർഭം ഏതാണെന്നും ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവാണല്ലോ. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏറെക്കുറെ 4000 കൊല്ലങ്ങൾക്ക് ശേഷം അള്ളാഹു ആ പ്രാർത്ഥനയുടെ ഫലമായി അറേബ്യയിൽ നബി തിരുമേനി റസൂലാക്കി നിയോഗിച്ചു. ഇതിൽ നിന്നൊരു സംഗതി പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാർത്ഥനകൾക്ക് അപ്പോൾ തന്നെ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. ഓരോന്നും തക്ക സമയത്തായിരിക്കും അള്ളാഹു നടപ്പിലാക്കുക. പ്രാർത്ഥനകളിൽ ധൃതി കൂട്ടരുതെന്നും ധൃതി കൂട്ടാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളോട് ഉപദേശിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ആണോ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴത്തേനും ഒരു ജോലിക്ക് കൊണ്ട് വന്ന് വിസക്ക് കൊണ്ട് വന്ന് അപ്പോഴത്തേനും ജോലി കിട്ടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ജോലി ഇല്ലാത്ത സഹോദരന്മാർക്ക് അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ജോലി കൊടുക്കുമാറാവട്ടെ. പക്ഷേ നമുക്ക് അള്ളാഹു തന്നൊരു സമയവും ഒരു കാലം ഉണ്ടാവും. ഇവിടെ അനുഗ്രഹീതനായ ഖലീലുള്ള ഓരോ കാര്യത്തിലും ഇപ്പം നമ്മളെ ശത്രുക്കൾ അല്ലേ, അവരിങ്ങനെ ലോകത്ത് താണ്ഡവമാടുകയാണ്. ഇപ്പോൾ സിറിയയിലൊരു കാര്യം ആലോചിച്ച് നോക്കാം. ഒരു അമേരിക്കൻ പത്രക്കാരൻ സിറിയയിലെ 3 പെൺകുട്ടികളെ, അവനാരുടെ പെൺകുട്ടികളോടുള്ള സ്നേഹം നമുക്കറിയാം അല്ലേ, 3 പെൺകുട്ടികൾ $600 വാങ്ങുന്നത്. ലോകത്തെ എല്ലാ മാഫിയകളും ഇന്ന് സിറിയയിലാണ് തമ്പടിച്ചിട്ടുള്ളത്. കാരണം സുന്ദരികളായ പെണ്ണുങ്ങളെ കടത്തിക്കൊണ്ടുപോയി വേശ്യാവൃത്തി നടത്താൻ. ഈ $600 എന്നിട്ട് അയാൾ അത് പ്രസിദ്ധീകരിക്കുന്ന അയാൾ $600 അയാൾ വാങ്ങുന്നത് ഒരു തള്ളൻ്റെ കൂടെ 3 പെൺകുട്ടികളുണ്ട്, യുവതികളായ സുന്ദരികളായ പെൺകുട്ടികൾ. തള്ള പറഞ്ഞു $1000 തരുമോ? അവൻ പറഞ്ഞു 1000 തരത്തില്ല. അവനത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ. അവനവൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണെങ്കിൽ ആലോചിച്ചു. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ട് ആ തള്ള പറഞ്ഞു പത്രക്കാരനോട്, ഇത് എൻ്റെ കുട്ടികളല്ല, ഇതെൻ്റെ അയൽപക്കത്തെ കുട്ടികളായിരുന്നു. സിറിയയിൽ ബഷാർ അസദ് എന്ന ക്രൂരനായ ഭരണാധികാരി ബോംബിങ് ചെയ്തപ്പോൾ അവരുടെ ഉമ്മയും ഉപ്പയും അടുത്ത ബന്ധുക്കളെന്തായി മരിച്ചുപോയി. ഇവരാണ് അവശേഷിച്ചത്. ഇവരെ ഇത്രയും കാലം ഞാൻ പോറ്റി എൻ്റെ കാശ് കൊണ്ട്. ഇനി പോറ്റാൻ എൻ്റെ അടുത്ത് എന്തില്ല, കാശില്ല. അതുകൊണ്ട് ഇനി $1000 കൊണ്ടാ തർക്കിച്ച് എത്രക്ക് വാങ്ങണ്. ഈ കുട്ടികൾ ആഗ്രഹിക്കുകയാണ്, ഈ പത്രക്കാരൻ ഞങ്ങളെ വാങ്ങിയിരുന്നുവെങ്കിൽ. ഈ അറിയാത്ത അമുസ്ലിമായ
ക്രിസ്ത്യാനിയായ ജേർണലിസ്റ്റ് ഞങ്ങളെ വാങ്ങിയെങ്കിൽ എന്ന് ഈ പത്രക്കാരൻ ആഗ്രഹിക്കുകയാണ്. കാരണം നേരത്തിന് ഭക്ഷണം കഴിക്കാമല്ലോ, വസ്ത്രം കിട്ടുമല്ലോ, ഈ ഉമ്മയുടെ കൂടെ നടന്നിട്ട് ഒന്നും കിട്ടാനില്ലല്ലോ. ഇതിൻ്റെ വേദന എത്രേ, ഇതിൻ്റെ വേദന എത്രേ. അപ്പം ഈ രൂപത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ഭരണാധികാരികൾക്കെതിരെ നമ്മളെന്താവും? പ്രാർത്ഥിക്കണം. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് അനുകൂലമായി നമ്മളെന്താവണം? പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേക്കും അതേപോലെ പല ഇന്ത്യയിലൊക്കെ നടക്കുന്ന ക്രൂരത എത്രേ. ഒരു മനുഷ്യർ ഭക്ഷണം കഴിച്ചതിന് അടിച്ചോണ്ട് കൊല്ലുക. നമ്മളിത് അനുഭവിക്കാത്തതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്കതിൻ്റെ ഗൗരവം അറിയുന്നില്ല. നമ്മൾ ഹോട്ടലിൽ പോയിട്ട് സാധാരണ വെച്ച് വിളമ്പണ വരട്ടിയിട്ടും 65 ആയിട്ടും തിന്നുന്ന സാധനം ഒരു രാജ്യത്തിൻ്റെ മുക്കാ ഭാഗത്തും എന്താകാൻ പാടില്ല, ഉപയോഗിക്കാൻ തന്നെ പാടില്ല. അപ്പോൾ അവിടെയുള്ള സ്വാതന്ത്ര്യത്രേ, മനുഷ്യന്മാർ അനുഭവിക്കുന്ന വിഷമത്രേ, ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള പ്രയാസത്രേ. അത് ഈ സംഘപരിവാർ ശക്തികൾ മോഡിയെപ്പോലെയുള്ള 2000 മുസ്ലിങ്ങളെ കൊന്ന് ചോരക്കറ കയ്യിലുള്ള മോഡിയെപ്പോലെയുള്ള സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. അപ്പോൾ അവർക്കെതിരൊക്കെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് എന്താവണം? മുസ്ലിങ്ങളെ സഹായിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥിക്കുമ്പോഴേക്കും നമുക്ക് നിരാശ വരാൻ പാടില്ല. അത് ഇന്നാവാം, നാളെയാകാം, 10 കൊല്ലം കഴിഞ്ഞിട്ടാകാം, 40 കഴിഞ്ഞിട്ടാകാം, 50 ആകാം, 4000 ആകാം. അംഹിൽഹും റുവൈദ, കാത്തിരിക്കണം. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കുടുംബകാര്യം ആയിക്കോട്ടെ, ഇതിപ്പോൾ സമൂഹത്തിൻ്റെ കാര്യം അല്ലേ? സമൂഹത്തിൽ പലരും റിഗ്രറ്റ് ചെയ്യും, എന്തേ പടച്ചോ ഇവർക്കൊക്കെ ഇങ്ങനെ അധികാരം കൊടുക്കണേ, ഒന്നുമില്ലാത്ത ലോകത്ത് ശതമാനം പോലും ഇല്ലാത്ത ജൂതന്മാർക്ക് അധികാരം, സംഘപരിവാർ ശക്തികൾ നമ്മളെ മേൽ മേയുന്നു, എന്താ റബ്ബേ ഞങ്ങളെങ്ങനെ എന്ന് ചോദിക്കുന്ന പല മനസ്സുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നമ്മൾ ശക്തമായിട്ട് അള്ളാഹിനോട് എന്താവണം? പ്രാർത്ഥന കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല വേറെ കുറേ ഗുണം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ഒന്ന്, അപകടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെന്താവും? കാത്തുരക്ഷിക്കണം. പ്രാർത്ഥിച്ച ഒരു കൂലി നമുക്കുണ്ട്. അപകടങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ കാത്തുരക്ഷിക്കും. ആപത്തുകളും അസുഖങ്ങളും നമ്മൾ ഈ പ്രാർത്ഥനയോട് അള്ളാഹു എന്താവും? നമ്മളിൽ നിന്ന് തടയും. അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കരുത്. കിട്ടിയില്ലല്ലോ എന്നല്ല, നമുക്കെല്ലാത്തിനും പ്രത്യേകിച്ച് ഈ കാലത്ത് ചോദിച്ചാൽ അപ്പം തന്നെ എന്താവണം? കിട്ടണം. കുറച്ച് ധൃതി കൂടുതലാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ഷമിക്കുമായിരുന്നു. ഇപ്പോൾ ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിൽ എന്ത്. ബാൽ താക്കറേൻ്റെ പഴയൊരു ശിവസേനൻ്റെ നേതാവ് ഉണ്ടായിരുന്നില്ലേ, ഓൻ്റെ പേരക്കുട്ടിയായിരിക്കും മരിച്ചു. പണ്ട് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. പേരക്കുട്ടിയാണ് മരിച്ചപ്പോൾ നേരെ മൂപ്പര് ദൈവങ്ങളൊക്കെ പാടെ വെച്ച റൂമുണ്ട്, അതിൽക്കണ്ട് പോയിട്ട് അതിനൊക്കെ പാടെടുത്തിട്ട് ഒറ്റ ഏറാണ്. അവർ ദൈവം എന്ന് പറഞ്ഞാൽ പിന്നെ എറിയാനും കളിക്കാനും ഒക്കെ പറ്റുന്ന സാധനം പിടിച്ചിട്ട് എല്ലാത്തിനെയും പിടിച്ചിട്ട് ഒറ്റ ഏറാണ്. മതി, നിങ്ങൾക്ക് എൻ്റെ കുട്ടീനെ സംരക്ഷിക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പം നിങ്ങൾക്ക് രാവിലെ ഞാൻ വളക്കും കത്തിച്ചിരിക്കണം? അപ്പം ഇങ്ങനെ എന്താ വിശ്വാസമല്ല, അപ്പം കിട്ടണം എന്നുള്ള ആഗ്രഹം. പിന്നെ ഓർക്ക് പിന്നെ വിശ്വാസത്തിൻ്റെ കാര്യമല്ല. അപ്പം നമ്മൾ അത്തരം കാര്യങ്ങളിൽ ധൃതി കാണിക്കാൻ പാടില്ല പ്രാർത്ഥനയുടെ കാര്യത്തിൽ. അതേപോലെ തന്നെ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക, ആ പ്രവാചകൻ എന്തായിരിക്കണം? ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നവനായിരിക്കണം. വയുഅല്ലിമുഹുമുൽ കിതാബ, അതേപോലെ തന്നെ ഗ്രന്ഥം എന്താവണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതിക്കൊടുത്തപ്പോൾ സഹാബാക്കൾ എന്തായി? ഇരുന്ന് പഠിച്ചു. ചില ആളുകൾ, 2 ആൾ ജോലിക്ക് പോയിട്ട് കുടുംബം പോറ്റേണ്ട ആളുകൾ, എല്ലാവരും ജോലിക്ക് പോയിട്ട് കുടുംബം പോറ്റേണ്ട ആളുകൾ, ഒരാൾ പറഞ്ഞു ഇന്ന് ഞാനിരിക്കാം, നീ സമ്പാദിച്ചതിൻ്റെ പകുതി എന്താവണം? എനിക്ക് തരണം. നാളെ ഞാൻ ജോലിക്ക് പോകും, എൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി നിനക്ക് തരാം അല്ലേ? അങ്ങനെ അവർ ദീൻ എന്തായി? പഠിച്ചു. എന്നിട്ടോ വൽ ഹിക്മ, ഹിക്മ എന്ന് പറഞ്ഞാൽ എന്താ? ഹിക്മ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്ത്രം. എന്ത് തന്ത്രം? ദീന് പ്രചരിപ്പിക്കാൻ എന്ത് തന്ത്രവും പറ്റുമോ? അല്ല. ദീന് പ്രചരിപ്പിക്കാൻ നമ്മൾ തന്ത്രം എന്ന് പറഞ്ഞാൽ പിന്നെന്താ? തന്ത്രം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അല്ലേ? നമുക്ക് തന്ത്രം എന്ന അർത്ഥം പറഞ്ഞു കിട്ടിയാൽ മതി. പിന്നെ നമ്മളെന്താവും? ദീൻ എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റുമോ? ടി വി കാണിച്ചിട്ട് പറ്റുമോ? ടി വി കൂടെ കാണിക്കും. ഡാൻസ് കളിച്ചിട്ട് പറ്റുമോ? ഡാൻസ് കൂടെ. പാട്ട് കൂടെ പറ്റുമോ? പാട്ട് കൂടെ. പിന്നെ നമ്മൾ തീരുമാനിക്കും തന്ത്രം. അതല്ല ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തന്ത്രം എന്നല്ല. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം. എങ്ങനത്തെ തത്വജ്ഞാനം? സുന്നത്താണ്. ഹിക്മത്ത് പറഞ്ഞാൽ എന്താണ്? സുന്നത്താണ്. അതുങ്ങളും കൂടി ഞാൻ പറഞ്ഞതല്ല, നിങ്ങളൊന്ന് നോക്കിക്കോളി. കാരണം ഇതിലൊക്കെ ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട് പല മുസ്ലിം സംഘടനകൾക്കിടയിൽ. ഓരോരുത്തരും ഓരോന്നാണ് ചെയ്യുന്നത് ദീന് പ്രചരിപ്പിക്കാൻ അല്ലേ? ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കൊക്കെ ഒരു പണിയുണ്ട് ദീന് പ്രചരിപ്പിക്കാൻ. ക്രിസ്ത്യാനികൾ ഭയങ്കര തന്ത്രത്തിൻ്റെ ആൾക്കാരാണ്. ആദ്യം ഒരു ആശുപത്രി സ്ഥാപിക്കും അല്ലേ? എന്നിട്ട് എല്ലാവരും ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് വാങ്ങും. അപ്പം ഇങ്ങനെ മരുന്ന് കൊടുക്കുമ്പോൾ
ജോർജിനോടും ഏലിയാമ്മനോടൊക്കെ ഒരു സ്നേഹം തോന്നും. അപ്പോൾ ഇതാരാ? ഇത് യേശുവിൻ്റെ സഹായം. ജർമ്മനിയിൽ നിന്ന് പൈസ വന്നതാണ്. എന്നിട്ട് പറയുമ്പോൾ യേശുവിൻ്റെ സഹായം, യേശുവിനോട് പ്രാർത്ഥിക്കൂ. എന്നിട്ടൊരു 20,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കും. യേശുവിൻ്റെ സഹായം, യേശുവിനോട് പ്രാർത്ഥിക്കൂ. അപ്പോൾ ആദ്യം യേശുവിനോട് പ്രാർത്ഥിക്കൂ എന്ന് പറയില്ല. ആദ്യം ആൻറ്റിബയോട്ടിക്കും വൈറ്റമിനൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ എന്താകുക, നമ്മളെ മനസ്സെന്താകുക, മാറ്റിയെടുത്തിട്ട്. അപ്പം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് കുരച്ചവനൊക്കെ ഒരു ആൻറ്റിബയോട്ടിക് കുടിച്ചാൽ കുര കൊണ്ട് പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ അവനൊന്ന് പ്രാർത്ഥിക്കാൻ തോന്നും. ആ സമയത്താണ് ആദ്യം ഉപകാരം. അപ്പം അവരുടെ ഒരു പ്രബോധനം എന്ന് പറഞ്ഞാൽ ആദ്യം സാമൂഹ്യക്ഷേമം ചെയ്യുക, എന്നിട്ട് എന്താകുക ഇത് പറയാം. അപ്പോൾ നമ്മളെ ചില മുസ്ലിം സംഘടനകൾ അതൊരു ഹിക്മത്താണ് അല്ലേ, അതൊരു തന്ത്രമാണ്. അപ്പോൾ ആ തന്ത്രത്തിലേക്ക് ചില മുസ്ലിം സംഘടനകൾ, ക്രിസ്ത്യാനികൾ എത്ര ആഫ്രിക്കയിൽ പോയി, അവിടെയൊക്കെ പോയി കുറേ ആളുകളെ അവർ ക്രൈസ്തവരാക്കിയല്ലോ. അപ്പോൾ ആ തന്ത്രം നമുക്ക് പയറ്റിയല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ തന്ത്രം, വേറെ കുറേ ആൾക്കാർ ഇപ്പോൾ നവമാധ്യമങ്ങളാണ് തന്ത്രങ്ങൾ. അതുകൊണ്ട് നമുക്കൊരു TV ചാനൽ തുടങ്ങാം, എന്നിട്ട് കുറേ പാട്ടൊക്കെ വെക്കാം. അതിൽ തട്ടട്ട പെണ്ണ് പാട്ട് പാടും, തട്ടിടാത്തവർ പാടും, മൈലാഞ്ചി ആക്കുക, 14 ആക്കുക, 6 ഷോ നടത്താം, ശിവ നടത്താം. അങ്ങനെ അവർ നമ്മളെ ചാനൽ ഇങ്ങനെ കണ്ടെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇസ്ലാം കൊണ്ട് പറയാം. അപ്പോൾ അവർ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഒരാൾ ചാനൽ കാണണ്ടെന്ന് വിചാരിക്കുക അല്ലേ. പണിയില്ലോനെ അത്രയൊക്കെ സമയം ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നോക്കണ്ട, വാട്സപ്പും കുസൊക്കെ ആരാ നോക്കുക, അത് നമ്മളെന്നെ നോക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ സമയം ഇപ്പോൾ കുറച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അൽഹംദുലില്ലാഹ് നമ്മളിവിടെ എത്തിയത്. അള്ളാഹു സ്വീകരിക്കുമാറാണ്. അപ്പോൾ ഈ ചാനൽ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഈ 4 മണിക്കൂറിൻ്റെ ഇടയിൽ ഇപ്പോൾ മുസ്ലിം ചാനൽ തുടങ്ങിയവരുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ മുസ്ലിം ചാനലിൽ പൈസ കൊടുത്തവരുണ്ട് അല്ലേ. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ പോലും നമ്മളോട് പറഞ്ഞത് എന്തിനാ? ഇസ്ലാം പ്രചരിപ്പിക്കാനാ. എവിടെ ഇസ്ലാം പ്രചരിപ്പിക്കണം? ഒരു ന്യൂസ് അവറിൽ ഇസ്ലാം ഉണ്ടോ? ഇതിങ്ങനെ ഇസ്ലാം പ്രചരിപ്പിക്കാനാന്നിട്ട് നമ്മൾ പൈസ വാങ്ങിയിട്ട് സംഗതി തുടങ്ങുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഹറാമുകൾ ചെയ്യാം, ഹറാമിലൂടെ ജീവിക്കാം. അതൊരു തന്ത്ര. എന്നിട്ട് പറഞ്ഞു അത് ഹിക്മത്താണ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ തന്ത്രമായിട്ട് നടക്കുകയാണ്. ഓരോരുത്തരും ഓരോ തന്ത്രമായിട്ട്. സൂഫികൾ അവരുടെ തന്ത്രം എന്താ? പാട്ട് അല്ലേ, സംഗീതം. ഇപ്പോൾ നമ്മളെ ഇവിടെയൊക്കെ സലാത്ത് നഗറിലൊക്കെ നമ്മളെ ഈ അച്ചാമാരെ ചില TV ചാനലുകളില്ലേ, ചടിച്ചടി എന്ന് പറഞ്ഞിട്ടുള്ള ആവേശം ഉണ്ടാക്കിയിട്ട്, ഹിസ്റ്റീരിയ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പോയി നമുക്ക് ഹിസ്റ്റീരിയ തുടങ്ങും. അതേപോലെ തന്നെ ഇപ്പോൾ സലാത്ത് നഗറിലൊക്കെ സലാത്തി അല്ലുണ്ട്. നമ്മൾ സാധാരണ കന്താം സല്ലിയാല, ഇപ്പോൾ സല്ലിയാല വേറെ രീതിയും ടൈപ്പും അല്ലേ, രീതി ഒക്കെ പാടാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. തലാട്ടിയിട്ടും കാലാട്ടിയിട്ടും ചാടിയിട്ടും വേറെ കുറേ തെരീക്ക് ഡാൻസ് ആടിയിട്ട്, ഇങ്ങനെ പലരും പല ഹിക്മത്താണ് ദീനിലേക്ക്. അതുകൊണ്ട് എല്ലാവരും ഹിക്മത്തും പാടെ ഇതിലേക്ക് എന്താൻ പറ്റൂല, വരാൻ പറ്റില്ല. അവിടെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ചോദിച്ചാൽ പറയും സൂറത്തുൽ ബഖറയിൽ എത്രാമത്തെ ആയത്താണ്? 129 പറഞ്ഞില്ലേ ഹിക്മത്ത്. അതെന്താ ഹിക്മത്ത്? ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്താണ്. ദീൻ എങ്ങനെ പറയണം, എങ്ങനെ പഠിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിക്കോളൂ. എന്നിട്ടൊന്ന് ഞാൻ വായിച്ച പാരഗ്രാഫിൻ്റെ തൊട്ട് അവർക്ക് ജ്ഞാനം പഠിപ്പിക്കുക, ഹിക്മത്ത് യുക്തിത്വം വിജ്ഞാനം എന്നൊക്കെയാണ് ഹിക്മത്തിൻ്റെ വാക്കർത്ഥം കൽപ്പിക്കപ്പെടും. ഓരോ കാര്യവും അതതിൻ്റെ സ്ഥാനത്തും യഥാരൂപത്തിലും അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് വിവക്ഷ. അല്ല ഓരോരുത്തരും അവനവൻ്റെ തന്ത്രത്തിനനുസരിച്ച് ഉണ്ടാക്കുക എന്നല്ല അല്ലേ. നോക്ക്, നബി ജനങ്ങൾക്ക് ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് അവിടുത്തെ സുന്നത്താകുന്ന ചര്യ മുഖേനയാണ് നിവൃത്തിയാക്കുന്നത്. അപ്പം നബി എങ്ങനെ പ്രബോധനം നടത്തണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആദ്യം കുറേ ഈത്തപ്പഴം എല്ലാ വീട്ടിലും കൊണ്ടേ കൊടുത്ത്, അങ്ങനെ 10 ദിവസം ഇങ്ങനെ ഈത്തപ്പഴം കൊടുത്തപ്പോൾ മുഹമ്മദ് ഈത്തപ്പഴം തരുന്നുണ്ട്. അങ്ങനെയൊന്നല്ല. അള്ളാഹ്ക്ക് വേണമെങ്കിൽ കുറേ ഈത്തപ്പഴം ഒരു തോട്ടാണ്ട് കൊടുത്താൽ പോരെ നബിക്ക്. പക്ഷെ അവിടുത്തെ പൈസക്കാരനും ഉത്തബത്തും ഷെയ്ബത്തും അബൂജഹലും അബൂലഹബൊക്കെ ആയിരുന്നു. നബിക്ക് ഭക്ഷണമല്ലാതെ ദരിദ്രനെയാണ്. അപ്പം അങ്ങനെയൊന്നല്ല ഇസ്ലാം. നബി എന്നിട്ട് എല്ലാ തൗഹീദ് കൊണ്ട് കിട്ടിയപ്പോൾ മലൻ്റെ മുകളിലാണ്ട് കയറി എല്ലാവരോടും കൊണ്ട് പറഞ്ഞു. ചിലവരൊക്കെ സ്വീകരിച്ചു, കൂടുതൽ ആളുകൾ എന്തായി, അവിശ്വസിച്ചു. അപ്പം ഹിക്മത്ത് എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടത്തിനല്ല, അള്ളാൻ്റെ റസൂല് പ്രബോധനം എങ്ങനെ ചെയ്യണം, ദീൻ എങ്ങനെ കൊണ്ട് നടക്കണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ച് തന്ന സുന്നത്തിനാണ് എന്ത് പറയാ ഹിക്മത്ത്. ഇനി വേറെ കുറേ ആൾക്കാർ നിങ്ങളിങ്ങനെ തർക്കിക്കുമ്പോൾ പറയും ഹിക്മത്ത്. അപ്പം നിങ്ങൾക്ക് ഇത് ഉദ്ധരിച്ചൂടെ? അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചു, അല്ലെങ്കിൽ മറക്കും. അപ്പോൾ റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം. അവരെ സംസ്കരിക്കണം. ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ നീ പ്രതാപശാലിയും
തത്വജ്ഞാനീയമാകുന്നു. ഒന്ന് നമ്മൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഓതിയിട്ട് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിനാ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ യഥാർത്ഥ ദീന് മനസ്സിലാക്കുവാനും അവസാന ശ്വാസം വരെ മുസ്ലിമായി മരിക്കുവാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കൂടിയത് ഒരു അനുഗ്രഹമായി നാളെ പരലോകത്ത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസുഖം കൊണ്ടും പ്രയാസം കൊണ്ടും കഷ്ടപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. കടബാധ്യതകൾ കൊണ്ടും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബപരമായ പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന സഹോദരന്മാർക്ക് അള്ളാഹു വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. ക്രൂരന്മാരായ ഭരണാധികാരികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ വറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.